ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കുറേ എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അത് മാത്രമല്ല ഡെയിലി എന്നോട് കുറേ കുട്ടികൾ എന്നോട് ഡൗട്ട് കേൾക്കുന്നൊരു കാര്യമാണ്, ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത് വർത്താണോ എന്ന്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഹായ് ഹലോ, ഐ എം ശില്പ ആൻഡ് ഐ എം എ തേർഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ്. ഞാനൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോഴേ പലരുടെയും ഒരു നെറ്റ് ചുളുക്കുന്ന ഒരു കാര്യമാണ്, അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോയെന്നും. പിന്നെ ഞാനൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്, സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നും, അതുപോലെ തന്നെ നിങ്ങളൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ നോക്കണം അതിനെപ്പറ്റിയാണ്. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നവർ ഫുള്ളായിട്ട് വീഡിയോ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വർഷത്തെ നീറ്റിനുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാനായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഇനി ഒരു റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം കൂടുതലായിട്ടും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ചൂസ് ചെയ്യാനാണ് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ നിൽക്കുന്ന കുട്ടികളിലായാലും അല്ലെങ്കിൽ അവരുടെ ചുറ്റുമുള്ള പല ആൾക്കാരിലായാലും കുറച്ച് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയുള്ള ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും. അതിൽ പറയുന്ന കാര്യം എന്താ, എന്തിനാണ് അവിടെ ചേരുന്നത്, അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജ് ആണോ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കാൻ പല പല ആൾക്കാരുണ്ടാവും. ഈവൻ ചിലപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പുച്ഛം കാണിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ നീറ്റ് സ്റ്റോറി പറയുന്ന ഈ ഒരു വീഡിയോ ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തു, നിങ്ങളുടെ കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട, ഇത്ര പഠിച്ചിട്ടാണ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലല്ലേ പഠിച്ചത്, അതുകൊണ്ട് നിങ്ങളുടെ കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കേണ്ട ആവശ്യമില്ല, അത് മാത്രമല്ല കാശുകാർക്ക് മാത്രമല്ലേ പറ്റത്തുള്ളൂ എന്ന്. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ കമൻറ്റ് ഇട്ട വ്യക്തിക്ക് മാത്രമല്ല കുറേ ആൾക്കാർക്കും ഉണ്ട്. സോ എനിക്ക് അവരോട് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, അവരോടും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ തീരുമാനിച്ചിരിക്കുന്ന കുട്ടികളോടായാലും അവരുടെ പേരൻസിനോടും പറയാനുള്ള കാര്യം, നീറ്റിന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെങ്കിൽ കിട്ടുന്നത്. നമുക്കറിയാം, ഇപ്പം ഞങ്ങളുടെ സിനാരിയോ, ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്തുള്ള സിനാരിയോയിലാണെങ്കിൽ പോലും 500 മണ്ടയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കിട്ടത്തുള്ളൂ. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ഗവൺമെന്റ് സീറ്റിന് തൊട്ട് താഴെയുള്ള ഒരു റാങ്ക് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു സീറ്റ് കിട്ടത്തുള്ളൂ, അല്ലാണ്ട് വെറുതെ നമുക്ക് പോയി കഴിഞ്ഞാൽ സീറ്റ് കിട്ടത്തില്ല. സോ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച മാർക്ക് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കായാലും കിട്ടുന്നത്. സോ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമുക്ക് നാണം കെടേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരെ പരിഹസിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ തല കുനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം, നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം എത്ര കോമ്പറ്റേറ്റീവ് ആണെന്നും നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ നല്ലപോലെ എഫേർട്ട് ഇടാതെ ഒരിക്കലും നമുക്കൊരു 500+ ഒരു മാർക്ക് കിട്ടത്തില്ല. സോ ആരൊക്കെ ഇങ്ങനെ പറഞ്ഞാലും നിങ്ങൾ അവരുടെ പറയുന്ന കേട്ടിട്ട് എന്താ പറയുക, വിഷമിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യാതെ മുഖത്ത് നോക്കി നിങ്ങൾ പറയുക, ഞാൻ കഷ്ടപ്പെട്ട് മാർക്ക് മേടിച്ചിട്ട് തന്നെയാണ് എനിക്ക് ആ ഒരു മാർക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. സോ നിങ്ങളൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ റിഗ്രറ്റ് അടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നതാണ്, ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചാൽ മാത്രമേ ഒരു ക്വാളിറ്റി ഉള്ള ഡോക്ടർ ആവത്തുള്ളൂ. അങ്ങനെയുള്ളൊരു കാര്യം ഇല്ല. കാരണം ഇതൊക്കെ ഞാൻ നേരിട്ട് ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാനൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചപ്പോൾ എൻ്റെ ഒരു കസിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പ്രൈവറ്റിലാണ് പഠിക്കുന്നെങ്കിൽ നിങ്ങളൊന്നും ഒരു നല്ല ഡോക്ടർ ആവത്തില്ല. അതായത് നിനക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം നിനക്ക് MBBS പഠിക്കാനുള്ള യോഗ്യതയില്ല. ഒരു ഗ്ലാസ് എടുത്താൽ അതിൽ നിറയ്ക്കാൻ അത്ര വെള്ളം നമ്മൾ ഒഴിക്കാവുള്ളൂ, അതിന് മണ്ടയിൽ നമ്മൾ ഒഴിക്കാനും നിൽക്കരുത്, കാരണം അതിനുള്ള കപ്പാസിറ്റി ഇല്ല. നിനക്ക് ഒരു ഗവൺമെന്റ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ നിനക്ക് MBBS പഠിക്കാനുള്ള യോഗ്യതയില്ല, ഒരു ഡോക്ടർ ആകാനുള്ള യോഗ്യതയില്ല, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള ഒരു ആൾക്കാർ വരെ ഉണ്ട്. സോ ഈ ഒരു സിറ്റുവേഷൻ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു കാര്യമില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുകയും എന്നോട് ചോദിക്കുന്ന ഡൗട്ട് വയ്ക്കുന്ന കുറേ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ചോദിക്കാറുണ്ട്. അവരോട് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് പൊട്ടൻഷ്യൽ ആണോ, നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാണ്ട് ഒരു ഗവൺമെന്റ് കോളേജിൽ തന്നെ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ കുറച്ച് പേഷ്യൻസ് ആണെങ്കിൽ പോലും അത് വെച്ചാൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കും.
നോക്കുക. അതുപോലെ നമുക്ക് കിട്ടുന്ന സമയം കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു അതിൽ മാത്രമാണ് കാര്യമുള്ളത്. അതിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളുടെ ഇവിടെ സീനിയർ ആയിട്ട് പഠിച്ചൊരു ചേച്ചി ഉണ്ടായിരുന്നു, 2016 ബാച്ചിൽ റോസ് എന്നായിരുന്നു ചേച്ചിയുടെ പേര്. നിങ്ങൾക്ക് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ആ ചേച്ചിയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് റാങ്കും തേർഡ് റാങ്കും ഒക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ ചേച്ചി ഗവൺമെന്റ് ആണോ പഠിച്ചത്? അതിലൊന്നും അല്ല കാര്യം. ആ ചേച്ചിക്ക് പ്രൈവറ്റിലായിരുന്നു കയറാൻ വേണ്ടി പറ്റിയത്. ആ ചാൻസ് ചേച്ചി നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തു, അത്രേ ഉള്ളൂ കാര്യം. അതുപോലെ നിങ്ങൾക്ക് അത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യാം. അല്ലാണ്ട് ഇവരൊന്നും പറഞ്ഞു കേട്ടിട്ട് നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലല്ലേ ഭയങ്കര കാശുള്ളവർക്ക് വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിലാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ ആയാലും കുറേ കുട്ടികൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പഠിക്കുന്നത്. എല്ലാവർക്കും ഒരു റെഡി ആയിട്ടുള്ള ഒരു പൈസ ഉണ്ടായിട്ടൊന്നുമല്ല. ജസ്റ്റ് നമുക്കൊരു ഫസ്റ്റ് ഇയർ അടയ്ക്കാൻ വേണ്ടി കുറച്ച് പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു ലോണൊക്കെ എടുത്ത് പഠിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ, അതായത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ വീട്ടുകാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാണ്ട് ഓക്കെ ആയിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് നമ്മൾ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് മാത്രമല്ല, എല്ലാവരും എല്ലാം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ നമ്മൾ അത്രയും സ്വപ്നം കണ്ട് നമ്മൾ ആഗ്രഹിച്ചു, നമ്മൾ അത്രയും എഫോർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ബലം കിട്ടട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പല കുട്ടികളും ഈ ലോൺ എടുത്തിട്ടായാലും പഠിക്കുന്നത്. അല്ലാണ്ട് എല്ലാവരും കുറേ കാശ് ഉണ്ടായിട്ട് പോയി ചേരുന്നല്ല. ഈ ഒരു വീഡിയോ കാണുന്നില്ല അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. എല്ലാവരും കാശ് ഉണ്ടായിട്ട് മാത്രമല്ല പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ചൂസ് ചെയ്യുന്നത്. ഒരു പേഷ്യന്റും ഒരു ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ട് എവിടെയാണ് പഠിച്ചെന്ന് ചോദിക്കില്ല. ഏതാണ്, പ്രൈവറ്റ് ആണോ, ഗവൺമെന്റ് ആണോ, എയിംസ് ആണോ, ജിപ്മർ ആണോ എന്ന് ചോദിക്കില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നോ, ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നോ, റാങ്ക് ഹോൾഡർ ഉണ്ടായിരുന്നോ ഒന്നും ചോദിക്കത്തില്ല. അവർക്ക് വേണ്ട നീഡ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവരോട് പറ്റുന്നുണ്ടോ, അവരോട് സംസാരിച്ച് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കാനോ, നമ്മളൊരു വാക്കുകൊണ്ട് അവർക്ക് സമാധാനം, അതുപോലെ തന്നെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് മരുന്നുകൾ കൊണ്ട് അവർക്കൊരു ആശ്വാസമാകാനും അവരുടെ അസുഖം നമ്മൾ ക്യൂർ ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ബെസ്റ്റ് ഒരു ഡോക്ടർ ആവുന്നത്. അല്ലാണ്ട് നിങ്ങൾ എവിടെ നിന്ന് വന്നു, നിങ്ങൾ എത്ര കൊടുത്തു പഠിച്ചു എന്നൊന്നുമല്ല. ഈ ഒരു പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും ഏതൊരു മെഡിക്കൽ കോളേജിലായാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന നോളേജ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അതായത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നമുക്ക് പഠിക്കാൻ തരുന്ന ഒരു കെടാവറും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിൽ നമുക്ക് പഠിക്കാൻ തരുന്ന കെടാവറും തമ്മിൽ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും ഒരു വേരിയേഷൻ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒരുപോലെയാണ്. നമ്മൾ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന അറിവ് നമ്മുടെ തലയിലോട്ട് എങ്ങനെ വരുന്നു, നമ്മൾ എങ്ങനെ പഠിക്കുന്നു, അതിലൊക്കെ മാത്രമേ കാര്യമുള്ളൂ. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയോ, അത് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് റിഗ്രറ്റോടെ നിങ്ങൾ പഠിക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ട. അതിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. ഇനി അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. അതായത് ഒന്നാമത്തെ കാര്യം നോക്കേണ്ടത്, നിങ്ങൾ അതായത് കുറേ വർഷത്തോളം ഉള്ള പല കോളേജ് ഉണ്ടാവും, ലൈക്ക് ജൂബിലി, അമല, അത്രയും. കാരണം ആ ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ ഈവൻ ഇപ്പം തുടങ്ങിയിട്ടുള്ള പല ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, ലൈക്ക് ഇടുക്കി പോലത്തുള്ള, അതിനേക്കാളൊക്കെ ഫാർ ബെറ്റർ ആയിരിക്കും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. അതായത് നമ്മൾ പറയുന്ന പഴക്കം തോറും വീര്യം കൂടും എന്ന് പറയുന്ന പോലെ, ഏതൊക്കെ കോളേജാണോ പ്രൈവറ്റ് കോളേജിൽ ഏറ്റവും പഴക്കമുള്ള കോളേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എക്സ്പീരിയൻസ് കാര്യങ്ങൾ കൂടുതലായിരിക്കും. സോ അങ്ങനെ ഒരു കോളേജ് ചൂസ് ചെയ്താൽ കുറച്ചുകൂടെ വെർത്തായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കോളേജ് ആണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. അതിന് ഇപ്പം ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിംഗ് കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരെടുത്ത് ജസ്റ്റ് റാൻഡം ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ മെസ്സേജ് അയച്ച് നിങ്ങൾ ചോദിക്കുക എങ്ങനെയുണ്ട് അവിടുത്തെ കോളേജും കാര്യങ്ങളെന്ന്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അക്കാഡമിക്സ്, അതായത് അവിടുത്തെ ടീച്ചിങ്ങും കാര്യങ്ങൾ എങ്ങനെയാണ്, ഫാക്കൽറ്റീസ് നമ്മൾ തമ്മിലുള്ള ഇന്ററാക്ഷനും കാര്യങ്ങൾ എങ്ങനെയാണ്, അതെല്ലാം നിങ്ങൾ നോക്കുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റൈപ്പൻ, അത് എത്രയാണ് കിട്ടുന്നത്. അത് അഫ്കോഴ്സ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കുറവ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ചില കോളേജിൽ ചിലപ്പോൾ 1000 ഒക്കെ അങ്ങനെ 500 ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓരോ കോളേജിലും അതൊക്കെ എത്രയാണെന്ന് നോക്കുക. പിന്നെ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടും നമ്മുടെ കോളേജും തമ്മിൽ ഏകദേശം അടുത്തും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് പോയി വരാനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഈസി
ഈസി ആയിരിക്കും. അത് നിങ്ങൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ അഫ്കോഴ്സ് ആയിരിക്കും. കാരണം നമുക്കൊരു പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയിട്ടാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ഇത്രയും ഫീസ് കൊടുത്തിട്ടായിരിക്കും നമ്മളൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നമ്മൾ പഠിക്കുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് ആ കോളേജിൽ തരുന്നുണ്ടോ, അതുപോലെ തന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, അഫ്കോഴ്സ് അത് നോക്കേണ്ട ആവശ്യമാണ്. ഒരു ഗവൺമെന്റിൽ നമ്മൾ അതനുസരിച്ച് ഫീസ് കൊടുക്കുന്നില്ല, സോ നമുക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ അവരെന്താണോ തരുന്നത് അത് നമ്മൾ സ്വീകരിക്കുക തന്നെ. പക്ഷെ നമ്മൾ ഇത്രയും ഫീസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സോ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ മാക്സിമം പല പല കോളേജിലുള്ള ആൾക്കാരോട് ചോദിച്ച് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഭയങ്കരമായിട്ട് ഫീസ് അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് എടുക്കാൻ ഓക്കെ ആണെങ്കിൽ അത്യാവശ്യം ഫീസ് കുറവുള്ള ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ബിക്കോസ് പല പല മെഡിക്കൽ കോളേജിലും ചെറിയ രീതിയിൽ വേരിയേഷൻസ് നമ്മുടെ ഇത് ഫീസിലുണ്ട്. സോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു കോളേജ് ചൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലില്ല. ഇന്ന് വരയ്ക്കും ഈ ഒരു നിമിഷം പോലും ഒരു റിഗ്രറ്റ്, അതായത് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ടുള്ള റിഗ്രറ്റും കാര്യങ്ങളില്ല. ബിക്കോസ് എന്നെ സംബന്ധിച്ചോളം ഒരു പരിധി വരെ എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും പഠിക്കുന്നതിന് വേണ്ടി മറ്റു കാര്യങ്ങൾ കൊണ്ട് ഞാനത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ റിഗ്രറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ വീട്ടുകാരാണെങ്കിൽ അത്രയും കാശൊക്കെ മുടക്കി കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. സോ അവർക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് റിഗ്രറ്റും കാര്യങ്ങളും ഇല്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ലോൺ എടുത്തിട്ടും കാര്യങ്ങളാണ് പഠിക്കുന്നത്. പല കുട്ടികൾക്കും ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളാണ്, നാളെ ഇതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ തലയിൽ വരുമെന്ന്. അതായത് നമ്മൾ ജസ്റ്റ് ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 ഇയർ അല്ലെങ്കിൽ ഒരു 4 ഇയർ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. ബിക്കോസ് എൻ്റെ വീട്ടുകാർ എൻ്റെ സ്വപ്നത്തിന് വേണ്ടിയാണ് അവരെന്നെ ലോൺ എടുത്തായാലും പഠിപ്പിക്കാൻ വേണ്ടി ഓക്കെ എന്ന് പറഞ്ഞത്. സോ ആ ലോണിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ വീട്ടുകാരുടെ തലയിൽ വെക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്ന സാലറിയും കാര്യങ്ങളും വെച്ച് അടച്ചടച്ച് പോകാൻ വേണ്ടിയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഞാൻ അങ്ങനെ ഒത്തിരി എക്സ്പെക്റ്റേഷൻ എനിക്ക് ഈ ഒരു പഠിത്തം കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ വെക്കുന്നില്ല. എനിക്ക് ഇത്ര പൈസ കിട്ടും, എനിക്ക് ഇന്നത് കിട്ടും, ഞാൻ അതൊക്കെ ചെയ്യും, അങ്ങനെ ഒന്നും ഞാൻ ഓർത്തിട്ടില്ല. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ കിട്ടുന്ന കുറച്ച് കാശായാലും അതൊക്കെ വെച്ച് ലോണൊക്കെ അടച്ചിട്ട് പോകാൻ വേണ്ടി തന്നെയാണ്. ഞാൻ ഒത്തിരി എക്സ്പെക്റ്റേഷൻ വെക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രീതിയിൽ വളരെ സ്മൂത്തായിട്ട് പോവാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷണൽ ലോണിനെ പറ്റി പിന്നെയും ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ കോളേജ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും അക്കാഡമിക്സ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കോളേജാണ്. പഠിത്തം ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് ഇപ്പോൾ ഞങ്ങളുടെ ഫാക്കൽറ്റീസും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്പൂൺ ഫീഡിങ് ഇല്ലേ, അതുപോലെയായിരുന്നു. നമ്മളടുത്ത് ഓടി നിന്ന് പഠിക്കുന്നു പറയും. അതുപോലെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ എക്സാംസിന് മാർക്ക് കുറഞ്ഞാൽ നമ്മൾ എങ്ങനെ ബെറ്റർ ആക്കി എത്ര ഭയങ്കര ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് അവരുടെ അടുത്ത് പോയി സംസാരിക്കാം, ഡൗട്ട് ചോദിക്കും. അത്രയും ഭയങ്കര ഫ്രീ ആയിട്ടുള്ള നല്ല നല്ല ഫാക്കൽറ്റീസും കാര്യങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് അക്കാഡമിക്സ് ആയാലും വളരെ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ലെക്ചേഴ്സും നമ്മൾ പഠിത്തവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. അതൊരു വലിയ ബെനിഫിറ്റ്സ് ആണ് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കൺസേൺ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പേഷ്യൻസിൻ്റെ കാര്യം. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെ ആയാലും ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചോളം അത്രയൊന്നും, ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം അത്രയൊന്നും പേഷ്യൻസ് നമുക്കിവിടെ ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്യേണ്ടത്, നമുക്കുള്ള പേഷ്യൻസ് എത്രയാണോ അത് വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കുക. ഇപ്പം നമ്മളിവിടെ ആണെങ്കിലും ഒത്തിരി ഫ്ലോയും കാര്യങ്ങളില്ല, എന്നാൽ തീരെ കുറവുമല്ല. നമുക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട ഒരു നോളജ്, അതായത് ഒരു MBBS നമ്മൾ ലെവലിൽ വേണ്ട കുറച്ച് അത്യാവശ്യം പേഷ്യൻസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ ക്ലിനിക്സ് ഏരിയയിലോട്ട് പോയാൽ അവിടുത്തെ ഡോക്ടേഴ്സ് ആയാലും ഒരു 80% ആൾക്കാർ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല, കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സും ഗവൺമെൻറ് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെന്നൊരു ഡൗട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്കാണെങ്കിൽ പറഞ്ഞ പോലെ ഈ പേഷ്യൻസും കാര്യങ്ങളൊക്കെ കുറച്ച് പേരുണ്ടെങ്കിൽ പോലും നമുക്ക് അവരെ വെച്ച് നമുക്ക് മാക്സിമം നമ്മളോട് പറഞ്ഞു തരും. അവരുടേതായ ഒരു എഫേർട്ട് നമുക്ക് വേണ്ടി ഇരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്.
പലർക്കും വേറൊരു സംശയമാണ് ഈ അക്കാഡമിക്സ് മാത്രമാകും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന്. അതെന്ന് പറയുന്ന ഒരു 60-70% വരെ സത്യമാണ്. ബിക്കോസ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കൂടുതലായിട്ടും അക്കാഡമിക്സിനാണ് അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രോഗ്രാംസും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതായത് ഓണം, അതുപോലെ തന്നെ കേരളപ്പിറവി, അങ്ങനത്തെ കുറച്ച് അതായത് കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, അതൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് ഒത്തിരി കൂടുതൽ ഉണ്ടാവില്ല. കാരണം ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് അവർ അക്കാഡമിക്സിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും, ചിലർക്ക് ഡാൻസ് ആയിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ സീനിയർ സ്റ്റേജിമാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം ഡാൻസ് ഒക്കെ ഇഷ്ടമാണ്, അതവർ ചെയ്യുന്നുണ്ട്. പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർ പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ നമ്മുടേതായ ഇഷ്ടം. ഇപ്പൊ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസ് എടുക്കാനും റീൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ നമുക്കത് പറ്റും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് ചേർന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ പോകത്തൊന്നുമില്ല. അതുപോലെ തന്നെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇല്ലെങ്കിലും നമുക്ക് വേണ്ട ഒരു കാര്യങ്ങൾ എന്തായാലും നമുക്ക് കോളേജിൽ നിന്ന് കിട്ടുമായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മളൊരു ഗവൺമെന്റിൽ കിട്ടുന്ന പോലത്തെ ഉണ്ടാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ നീറ്റിന്റെ റിസൾട്ട് വന്നിട്ട് ഇനി ഒരു ഫർദർ ആയിട്ട് എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വയ്യ. അതായത് നമുക്കൊരു പേടി ഉണ്ടാവും ഇപ്പൊ അടുത്ത വർഷം എന്താവും, അതൊക്കെ ഓർത്തിട്ട് വേണ്ട പ്രൈവറ്റിൽ ചേരാൻ വേണ്ടിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നാണക്കേടോ അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ, അതായത് നിങ്ങളുടെ വീട്ടുകാരുടെ കയ്യിലെ കാശും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട്, അതായത് ഒരു അഡ്മിഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത് അതിൽ മൈൻഡ് മാത്രമേ കാര്യമുള്ളൂ. അല്ലാണ്ട് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉടനെ നിങ്ങൾ മോശം ഡോക്ടർ ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റിൽ ഒരു PG എടുക്കാതിരിക്കാൻ തടസ്സമായിട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. ഈ ഒരു അഡ്മിഷന് ശേഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ കാര്യം. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിൽ നീറ്റിന് വേണ്ടി ഇനി അടുത്ത നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ എപ്പോഴും ഒരു നല്ലൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് വേണ്ടി തന്നെ വേണം പഠിക്കാൻ. അല്ലാണ്ട് ഇത് കേട്ടിട്ട് ഇനി പ്രൈവറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ അങ്ങനെ ഒന്നും വെക്കരുത്. നിങ്ങൾ ഇപ്പൊ നന്നായിട്ട് ഒരു എന്താ പറയുക നല്ലൊരു ടോപ്പ് മാർക്ക് മേടിച്ച് ടോപ്പായിട്ടുള്ള ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചേരാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അല്ലാണ്ട് ഇത് കണ്ടിട്ട് ഓക്കെ ഇനി പിന്നെ ഞാൻ പ്രൈവറ്റിന് വേണ്ടി പഠിക്കാം അത് നല്ലതാണെന്നല്ലേ പറഞ്ഞാൽ അതൊന്നും അങ്ങനെ നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്കൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിനെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ നമുക്കൊരു ഉണ്ടാകുന്ന ഒരു പുച്ഛോ കാര്യങ്ങളോ ഒക്കെ മാറിയിട്ടുണ്ടെന്നായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനൊരു പ്രൈവറ്റ് കോളേജിൽ വളരെ ഹാപ്പി ആയിട്ട് തന്നെ പഠിക്കുന്ന ഒരാളാണ്. അത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ നമുക്ക് കുറവാണ്. HS ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരു പരിധി വരെ വർക്ക് ലോഡ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി പറ്റും. സോ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് അടുത്ത നീറ്റ് PGക്ക് വേണ്ടിയുള്ള കാര്യങ്ങളോ പ്രിപ്പറേഷനോ കാര്യങ്ങളോ നല്ല സ്മാർട്ടായിട്ട് നമുക്ക് പഠിക്കാൻ തീരുമാനിച്ചാൽ അത് നമുക്ക് വെറുതെ തന്നെയല്ലേ. ബിക്കോസ് നമുക്കിപ്പോൾ ഈസി ആയിട്ട് കുറച്ചുകൂടെ എന്താ പറയുക നീറ്റ് PGക്ക് നല്ലൊരു റാങ്ക് മേടിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഗവൺമെന്റ് തന്നെ നമുക്ക് കയറാൻ വേണ്ടി കാര്യങ്ങൾക്ക് നമുക്ക് പറ്റും. സോ അങ്ങനെ കാരണം ഗവൺമെന്റ് ഞാൻ ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പ്രൈവറ്റിൽ ഇത്രയും ഫീസ് കൊടുത്തിട്ട് പിന്നെ ഒരു പ്രൈവറ്റ് അതെന്തായാലും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇനി എടുക്കുമ്പോൾ ഒരു പ്രൈവറ്റ് കാര്യങ്ങൾ PG എടുക്കാൻ തന്നെയാണ് എല്ലാവർക്കും നോക്കുന്നത്. സോ നമുക്ക് ആ ഒരു HS സമയത്തൊക്കെ ആണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് കിട്ടുന്ന കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഈ ലിമിറ്റേഷനെ നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റീവായിട്ട് മാറ്റാൻ വേണ്ടി പറ്റുന്നത് അതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്, അതിലാണ് സ്മാർട്ട് വർക്ക് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കൂ. അല്ലാണ്ട് ഇവരെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ എനിക്ക് നാണക്കേടല്ല അങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യം. നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി. നല്ലൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് തന്നെ ചൂസ് ചെയ്തിട്ട് കുറേ രീതിയിൽ നല്ല രീതിയിൽ അഡ്മിഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്താ കമന്റ് ബോക്സിൽ ഇടുക അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളൊരു വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.